വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇത് ശ്രദ്ധിക്കാൻ പോകുന്നത് വളരെ വേഗത്തിൽ എങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ ക്രാക്ക് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേരെന്താണ്, ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, അതിന്റെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, അതിന്റെ സാലറിയുടെ ഹൈറ്റ് എങ്ങനെയാണ്, അതിന്റെ പ്രൊമോഷൻ ഹയാറ്റ് എങ്ങനെയാണ്. ഇത് ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് ആ ഒരു ജോലി മേടിക്കണം എന്നുള്ള ഒരു താല്പര്യം, ഒരു ഡ്രീം കടന്നു വരും. ഡ്രീം കടന്നു വന്നാൽ മാത്രമേ ഹാർഡ് വർക്കിംഗ് ടെൻഡൻസി നമ്മുടെ മൈൻഡിൽ ജനറേറ്റ് ചെയ്യത്തുള്ളൂ. ഈ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അറിയാവുന്നതാണ്, നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഒരു വിവരവും അറിയത്തില്ല, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മുന്നേ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കും എങ്ങനെയാ പോകുന്നത്. അതുപോലെ തന്നെയാണ് കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ കാര്യം. ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അനാലിസ് ചെയ്യണം. എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വേണം പഠിക്കാൻ തുടങ്ങാൻ. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിക്കുന്നതിന് ആവശ്യമായ സ്റ്റഡി മെറ്റീരിയൽ കളക്ട് ചെയ്യുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ള, സിമ്പിൾ ആയിട്ടുള്ള, എന്നാൽ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ള നല്ല പബ്ലിക്കേഷനായ പുസ്തകങ്ങളും മാഗസിനും മാത്രമേ മേടിച്ചു പഠിക്കാവൂ. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ലേണിംഗ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ്. ക്വൈറ്റായിട്ടുള്ള, നല്ല വായു സഞ്ചാരമുള്ള, റൂം അറ്റ്മോസ്ഫിയർ വളരെ പ്രശ്നമില്ലാത്ത, സൗണ്ട് ഡിസ്ട്രക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു റൂമിൽ ഇരുന്ന് വേണം പഠിക്കാൻ എന്ന് പറഞ്ഞാൽ. ഫിസിക്കലി മെന്റലി നമ്മൾ ഓക്കെ ആയിരിക്കണം. ഫിസിക്കലി എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ സംഭവമാണ്. മെന്റലി എന്ന് പറയുന്നത് ഫ്രഷ് മൈൻഡ് ആയിരിക്കണം, ഹാപ്പി മൈൻഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ എത്ര പഠിച്ചാലും അത് നമ്മുടെ ബ്രെയിനകത്ത് കയറത്തുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ ടൈം കളയുന്നതിന് തുല്യമായി പോകും. ഈ പഠിക്കുമ്പോൾ തന്നെ കൂടുതൽ സമയം ആവർത്തിച്ചോ പഠനം വിരക്തി ഉണ്ടാക്കും. അതൊരിക്കലും പാടില്ല. ബ്രെയിന് റെസ്റ്റ് കൊടുക്കണം, ബ്രെയിൻ എക്സസൈസ് ചെയ്യിപ്പിക്കണം. ബ്രെയിനെ കൊണ്ട് മറ്റുള്ള ഓർഗൻ പോലെ തന്നെ ബ്രെയിനും എക്സസൈസ് ചെയ്താൽ മാത്രമേ അതും ഡെവലപ്പ് ആയി വരുള്ളൂ. ബ്രെയിനിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക് രൂപത്തിലായിരിക്കുന്നത്. അപ്പോൾ രണ്ട് ന്യൂറോണുകൾ ഇടയിൽ കൂടെ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്കാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ രണ്ട് ന്യൂറോണുകൾ കുറച്ച് അടുത്തിരുന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ നമ്മുടെ ബ്രെയിനകത്ത് സ്റ്റോർ ആവത്തുള്ളൂ. അപ്പോൾ ബ്രെയിനിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എക്സസൈസ് ചെയ്യണം. എങ്ങനെ എക്സസൈസ് ചെയ്യുന്നത്? ഒരു രീതി, ഒരു നോർമലായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ നമ്മൾ കിടക്കുന്ന നേരത്തോ അല്ലാതെ ഇരിക്കുന്ന സമയത്തോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് റിക്കവർ ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം. ഡ്രൈവ് ചെയ്യുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ. അങ്ങനെ നമ്മൾ ബ്രെയിൻ എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് ബ്രെയിൻ ഡെവലപ്പ് ആവും. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വായിക്കുന്ന രീതിയാണ്. ഒരു പാരഗ്രാഫ് കിട്ടുന്നു, നമ്മൾ വെറുതെ അത് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഒരു പാരഗ്രാഫ് കിട്ടുമ്പോൾ ആ പാരഗ്രാഫ് കംപ്ലീറ്റ് പെട്ടെന്ന് വായിച്ചിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റിനെ പിക്ക് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. ഈ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കളക്ട് ചെയ്യുക. അതായത് ഒരു പാരഗ്രാഫില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയർ അല്ലെങ്കിൽ പേഴ്സന്റെ നെയിം മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അത് കണക്ട് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ ചെയ്യേണ്ടത് മനസ്സുകൊണ്ട് പെട്ടെന്ന് വായിച്ചു പഠിക്കുക. അല്ലെങ്കിൽ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു പെൻസിൽ എടുത്ത് ഓരോ വേർഡ്സിന്റെയും പിറകിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് വായിച്ചെടുക്കുക. വളരെ വേഗത്തിൽ നമുക്കത് പഠിക്കാൻ പറ്റും. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ റിവർ പഠിക്കുന്ന സമയത്ത് റിവറുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകുന്നു, അതുപോലെ തന്നെ നാഷണൽ പാർക്കിനെ കുറിച്ച് പഠിക്കാം, വാട്ടർഫാൾസിനെ കുറിച്ച്, അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ വളരെ പെട്ടെന്ന് ഓർമ്മയിരിക്കും. രണ്ടാമത്തെ രീതി തന്നെ അക്രോണിയം രീതിയാണ്. ഇപ്പൊ നമ്മൾ മുഗൾ രാജാക്കന്മാരുടെ പേരുകൾ ഓർഡറിൽ ഓർമ്മിക്കാനായിട്ട് അവരുടെ പേരിന്റെ ആദ്യ അക്ഷരമെല്ലാം കോർത്ത ഒരു അക്രോണിയം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോഡുകൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്സ് സ്വന്തമാക്കാൻ പറ്റും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അറ്റ് എ ടൈമിൽ തന്നെ നമ്മൾ ഒരു ഓഡിറ്ററി പേഴ്സണും വിഷ്വൽ പേഴ്സണും ഇമേജ് കണ്ട് പഠിക്കുന്ന വ്യക്തിയും ആയിത്തീരുക എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കാതെ ചില ടഫായിട്ടുള്ള കാര്യങ്ങൾ ഓഡിയോയിലൂടെ കേട്ട് വരുമ്പോൾ നമുക്കത് എന്തായാലും മനസ്സിൽ അത് ഉറക്കും. ചിലത് നമ്മൾ ഗ്രാഫിക്സ് രൂപത്തിൽ, അനിമേഷൻ രൂപത്തിൽ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഫിസിക്സിലെ നിയമങ്ങളും കാര്യങ്ങളും ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ അനിമേഷൻ വഴി കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും.
ചിലത് ഇമേജ് നോക്കി പഠിക്കുമ്പോൾ ശരിയാവും. പ്രത്യേകിച്ച് ഫ്രേസൽ വെർബ്സ്, ഇംഗ്ലീഷ് ഫ്രേസൽ വെർബ്സ് എല്ലാം വളരെ വേഗത്തിൽ ഇമേജ് നോക്കി പഠിക്കുമ്പോൾ ശരിയാവും. അപ്പൊ അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ കടന്നു വന്നാൽ മാത്രമേ നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് കോമ്പറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ നമ്മുടെ അറിവിനെ കൂട്ടുവാൻ സാധിക്കും, നമ്മുടെ മെമ്മറി പവർ കൂട്ടുവാൻ സാധിക്കും. നമ്മൾ മുമ്പ് പഠിച്ച 90% വിവരങ്ങൾ നമുക്ക് ഓർമ്മ വരും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ. ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ പഠിക്കുക, അപ്പം അത് നമുക്ക് ഓർമ്മയിൽ നിൽക്കും എളുപ്പം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. എങ്ങനെയെങ്കിലും അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഒരു ടാർഗറ്റ് ഉണ്ടാക്കണം, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ആ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് മനസ്സിൽ പറയണം, ഇന്നത്തെ ദിവസം ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞാൻ അടങ്ങുള്ളൂ. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നവർക്കുള്ളതാണ് ഈ കോമ്പറ്റീവ് എക്സാം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് എത്തുകയും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു കോമ്പറ്റീവ് എക്സാമിനെ ക്രാക്ക് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ സെക്യൂർ ആക്കാൻ പറ്റും.